നമസ്തേ. നമസ്തേ. ഡ്രീം 720യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട 3 മാസത്തിലൂടെ നമ്മൾ മെയ് 5 എത്തുകയാണ്. ബെർലിനെ സംബന്ധിച്ചോളം നമുക്കറിയാം, ഫെബ്രുവരി 4 മുതൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മോഡൽ ഷെഡ്യൂളുകൾ ആരംഭിക്കുകയാണ്. അതായത് നീറ്റ് എക്സാമിൻ്റെ അതേ പാറ്റേൺ, അതേ എക്സാം അറ്റ്മോസ്ഫിയറിൽ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഇനി 40ഓളം നീറ്റ് എക്സാമുകളിലൂടെയാണ് നമ്മുടെ കുട്ടികൾ മെയ് 5 നീറ്റ് എക്സാം ഹാളിൽ ഇരിക്കാൻ പോകുന്നത്. അതായത് മറ്റൊരു എക്സ്പീരിയൻസ് അവർക്ക് വേണ്ട, ഏറ്റവും നല്ലൊരു ആംബിയൻസിൽ അവർക്ക് എല്ലാ എക്സാമുകളും എഴുതി മെയ് 5 അവർ ആർജിച്ചിരിക്കുന്ന കഴിവിൻ്റെ ഏറ്റവും മാക്സിമം, നമ്മൾ പറഞ്ഞ പോലെ തന്നെ 720 ഔട്ട് ഓഫ് 720യിലേക്ക് തന്നെ എത്താനുള്ള ഒരു അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ എല്ലാവർക്കും വേണം. ആ ഒരു ഏകാഗ്രതയോടുകൂടി തന്നെ ഇനിയുള്ള 3 മാസക്കാലം നമുക്ക് ശ്രദ്ധയൊന്നും മാറാനായിട്ടോ, നമുക്ക് അറിയാം രോഗാവസ്ഥകളോ അല്ലെങ്കിൽ ആരോഗ്യത്തിനൊക്കെ ഒത്തിരി പ്രാധാന്യമുള്ളൊരു സമയമാണ്. ഇനിയും നമുക്ക് ചില കുട്ടികളെങ്കിലും അല്ലെ ചില പേരൻസ് എങ്കിലും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള 1-2 കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ടീച്ചർ നമുക്കായിട്ട് പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇപ്പോഴും നിൽക്കുന്ന ഒരു ആശയക്കുഴപ്പം കുട്ടികളുടെ ഇടയിൽ നിൽക്കുന്നത് 720യിലോട്ട് എത്തുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളത് തെറ്റിക്കുന്നു. 690 മാർക്ക് കിട്ടുന്നയാളുടെയും അതേ പരാതിയാണ് 650 കിട്ടുന്നയാൾക്കും 500 കിട്ടുന്നയാൾക്കും 300 കിട്ടുന്നയാളുടെയും ആദ്യത്തെ പരാതി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള. കഴിഞ്ഞ തവണ ടീച്ചർ അത് പറഞ്ഞതാണ്, എങ്കിലും അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എങ്ങനെ ഒഴിവാക്കാം, നമുക്കത് തെറ്റാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്. ഓരോ പ്രാവശ്യവും നമുക്ക് നീറ്റ് എക്സാം കഴിയുമ്പോൾ, ഓരോ വീക്കിലി എക്സാം കഴിയുമ്പോഴും നമുക്ക് ഈ ഒരു ഇങ്ങനെ ഒരു 10-12 എങ്കിലും അറിയാമായിരുന്നത് നമ്മൾ തെറ്റിപ്പോകുന്നു എന്ന് പറയുന്ന സ്ഥിരം പല്ലവി ടീച്ചർ ഒരു ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കാം. ഇപ്പോ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പല്ലവിയും അത് തന്നെയാണ്. അപ്പോൾ പല കുട്ടികളും, എനിക്ക് തോന്നുന്നു 700ൽ ക്രോസ് ചെയ്യുന്ന കുട്ടികൾ പോലും വന്നിട്ട് പറയുന്നത്, ആ തെറ്റിപ്പോയത് മിസ്സേ, ഞാൻ ആ എക്സാമിനേഷൻ ഹാളിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോൾ എനിക്കറിയാം, പക്ഷെ അവിടെ വെച്ച് അതിലാണ് എൻ്റെ സങ്കടവും. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എഴുതാൻ പറ്റാതെ വന്നപ്പോൾ എനിക്ക് വളരെ സങ്കടം ഉണ്ടായി, ഞാൻ ഡിപ്രസ്ഡ് ആയിപ്പോയി എന്നൊക്കെ ഈ കഴിഞ്ഞ ദിവസവും ഞാൻ കേട്ടതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ആദ്യം എഴുതിയ പരീക്ഷ ഒരുപക്ഷെ തുടങ്ങിയ സമയത്തൊക്കെ ഏറ്റവും സിമ്പിൾ ആയാലും ഡിഫിക്കൽട്ട് ആയാലും ഒക്കെ നമുക്ക് വലിയ വറീസ് ഒന്നും ഇല്ല, നമ്മൾ ആ ഒരു സ്ട്രീമിലോട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് എഴുതിയ പരീക്ഷകളിൽ നമ്മൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. കാരണം നമ്മുടെ സിസ്റ്റം ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യനെയും അപ്രോച്ച് ചെയ്തത്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല, ഈ ക്വസ്റ്റ്യൻ തെറ്റിയാൽ എന്താവും, അല്ലെങ്കിൽ ശരിയായാൽ എന്താവും, എത്ര മാർക്ക് കിട്ടും, എവിടെയാണ് അഡ്മിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ആദ്യത്തെ കുറച്ച് സമയം നമ്മുടെ മനസ്സിലേ ഇല്ലായിരുന്നു. നമ്മളെല്ലാവരും വളരെ നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്തു. ആ സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാർക്കുകൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. ഇതൊക്കെ നിങ്ങളുടെ തന്നെ വാക്കുകളാണ് കേട്ടോ. പക്ഷെ ഇപ്പോഴേക്ക് വരുമ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നു. അതിനേക്കാളും കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ അല്ലെങ്കിൽ ആദ്യത്തെ സമയത്ത് നിങ്ങൾ 8 മണിക്കൂർ പഠിച്ചിരുന്നവർ ഇപ്പോൾ 16 മണിക്കൂർ പഠിക്കുന്നു, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഒത്തിരി കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നു, വീണ്ടും വീണ്ടും വായിക്കുന്നു, ഒരുപാട് പ്രാവശ്യം കോൺസെപ്റ്റുകൾ ഊട്ടി ഉറപ്പിക്കുന്നു. പക്ഷേ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയേണ്ടി വരുന്നു. അതിന് ഏറ്റവും വലിയൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും തന്നെ ആ പഠനത്തെ നല്ല സീരിയസ് ആയിട്ട് കണ്ടിരിക്കുന്നു. അത് ഒരു പ്ലസ് ആയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ, അതൊരിക്കലും ഒരു നെഗറ്റീവായിട്ട് എടുക്കണ്ട. പരീക്ഷയുടെ ഒരു സീരിയസ്നെസ്, ഞാൻ എന്താണ് എനിക്കിനി കിട്ടാൻ പോകുന്നത് എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്, ഇതൊക്കെ ഒരു പക്ഷേ നിങ്ങളിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഈ അവസാന നിമിഷങ്ങളിൽ ഏറ്റവും ആദ്യം മാർക്ക് വന്നത് അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ തെറ്റിക്കാനും ഒക്കെ ഒരുപാട് കാര്യങ്ങളിൽ പല തരത്തിൽ ഓരോ കുട്ടികൾക്കും അത് ഓരോ രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ എക്സാമിന് തയ്യാറെടുക്കുന്നതിന് മുൻപ് ആ ദിവസം പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, ഞാൻ ദേ എക്സാമിന് പോവുകയാണ്, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ്, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും, ഇനി എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് അത് റെഡിയാക്കി പോകാനുള്ള സമയം എനിക്കുണ്ട്. ഏകദേശം 22,000-ഓളം ക്വസ്റ്റ്യനുകളാണ് നിങ്ങൾ ഫെബ്രുവരി 4 തൊട്ട് മെയ് 5 വരെ ചെയ്യാൻ പോകുന്നത്. ഈ 22,000 ക്വസ്റ്റ്യനിൽ നിന്നും 180 ക്വസ്റ്റ്യനുകൾ ഞാൻ എഴുതിയാൽ മതി, അത് എന്നെ കൊണ്ട് പറ്റും. അവിടെ ഞാൻ ചെയ്യേണ്ടത് ഓരോ ക്വസ്റ്റ്യനിലൂടെയും കടന്നു പോകുമ്പോൾ ഏറ്റവും ആത്മസംയമനത്തോടെ, ഏറ്റവും റിലാക്സ്ഡ് ആയി, ഞാൻ എന്താണ് വായിച്ചത്, ഇത് ഏത് ടോപ്പിക്കിൽ നിന്നാണ്, എന്താണ് എന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി വായിച്ച് എഴുതുക. പിന്നെ പ്രീ അസംഷൻസ്
പാടില്ല. കാരണം പല ക്വസ്റ്റ്യനുകളും നിങ്ങൾ ഈ ഒരു വർഷത്തിനിടയ്ക്ക് എത്രയോ പ്രാവശ്യം കണ്ടവയാകാം. കാരണം ഒരു ചാപ്റ്ററിൽ നിന്നും ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ, പ്രത്യേകിച്ചും ബയോളജിയൊക്കെ ആവുമ്പോൾ സ്റ്റേറ്റ്മെന്റുകൾ പോലും മാറി ചോദിക്കാൻ ഒരുപാടില്ലാത്ത ചാപ്റ്റേഴ്സ് ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾ പല പ്രാവശ്യം കണ്ട ക്വസ്റ്റ്യനുകളിൽ നിങ്ങൾ തന്നെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യും, ഒരു പ്രീ അസംഷൻ. അവിടെ ഓപ്ഷൻ മാറി വന്നാലോ ക്വസ്റ്റ്യനുകൾ മാറി വന്നാലോ നിങ്ങൾ അറിയുകയേയില്ല. എക്സാം കഴിഞ്ഞിറങ്ങി ചിലപ്പോൾ ഒരുപക്ഷെ പലരും കറക്ഷൻ എൻ്റെ അടുത്ത് വരുമ്പോൾ എന്താ മോനെ ഇങ്ങനെ എഴുതിയത്, ഇതെങ്ങനെ അല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് അയ്യോ മിസ്സേ ഞാൻ കണ്ടില്ല എന്ന് പറയുന്നത്, ആ വാക്ക് ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ അതുകൊണ്ടുള്ള അങ്ങനെയുള്ള അസംഷനുകൾ ഒന്നും തന്നെ വേണ്ട. നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയാം, പക്ഷേ ക്വസ്റ്റ്യനുകൾ ഡെഫിനറ്റ് ആയിട്ടും ആ ഫ്രെയിമിങ്ങും വരുന്ന ഓപ്ഷനും എന്തിനാ അസേർഷൻ റീസൺ വരുന്ന പാറ്റേൺ പോലും മാറാം. അത് ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം നമ്മൾ എപ്പോഴും ഇപ്പോൾ വിചാരിക്കുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അസേർഷനും റീസണും കറക്റ്റ് ആണ്. റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസേർഷൻ. സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ പറയുന്നത് റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. തേർഡ് ഓപ്ഷൻ പറയുന്നത് അസേർഷൻ ശരിയാണ്, റീസൺ തെറ്റാണ്. ഫോർത്ത് ഓപ്ഷൻ പറയുന്നത് അസേർഷനും റീസണും തെറ്റാണ്. പക്ഷെ അതിൽ പോലും മാറ്റങ്ങൾ വന്ന് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ നമുക്കറിയാം അസേർഷനും റീസണും ശരിയാണ്, റീസൺ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഒന്നാണ് കൊടുത്തു വരുന്നത്. പക്ഷെ അതുപോലും മാറി വരുമ്പോൾ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രം 5 മാർക്ക് പോകുന്നു, 4 മാർക്കും പോയി, പിന്നെ പഠിച്ച 1 മാർക്ക് കൂടെ പോകുന്നു. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അത് നിങ്ങൾ എത്ര പ്രാവശ്യം ചെയ്തതാണെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. പ്രത്യേകിച്ചും സ്റ്റേറ്റ്മെന്റിന്റെ മുൻപിലുള്ള ഇൻസ്ട്രക്ഷൻസ്, അസേർഷൻ റീസണിന് മുൻപിലുള്ള ഇൻസ്ട്രക്ഷൻ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന് തന്നിരിക്കുന്നത്, മിസ്മാച്ച് ആണോ മാച്ച് ആണോ എന്ന് തന്നിരിക്കുന്നത്, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് വായിച്ചു പോവുക. ബയോളജിയിൽ, ഫിസിക്സിലും കെമിസ്ട്രി ആണെങ്കിൽ ഈ അടുത്ത സമയത്ത് വരുന്ന കുട്ടികൾ പറയുന്നത് ഡിജിറ്റ്സ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഫോമിലൊക്കെ ഇടുമ്പോൾ ഡിജിറ്റിൽ ഒന്ന് മാറിപ്പോയാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം, പക്ഷെ വെപ്രാളത്തിൽ 10 ഇടേണ്ടത് 11 ഇട്ടാൽ പോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഏറ്റവും ശ്രദ്ധയോടെ ചെയ്യുക എന്നുള്ളതാണ്. ആ ശ്രദ്ധ കൊടുക്കുന്നത് പരീക്ഷാ ദിവസം എഴുന്നേൽക്കുന്നത് മുതൽ അല്ലെങ്കിൽ തലേ ദിവസം കിടക്കുന്നത് മുതൽ നിങ്ങൾ അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ട് വേണം ബെഡ് ടൈമിലേക്ക് പോകാൻ. എനിക്ക് തോന്നുന്നു കിടക്കാൻ പോകുമ്പോൾ പോലും ഇവർ വിചാരിക്കണേ നാളെ പരീക്ഷ, എല്ലാം ഓർമ്മയുണ്ടാവുമോ, എനിക്ക് എഴുതാൻ പറ്റുമോ, മാർക്ക് കിട്ടുമോ, പഠിച്ചത് ഓർക്കുമോ. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്, എന്നെക്കൊണ്ട് പറ്റും, അതിലെന്തെങ്കിലും ഒരു കറക്ഷൻ ഉണ്ടായാൽ ഞാൻ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഓരോ പരീക്ഷയും. അതുകൊണ്ട് ഞാൻ അവിടെ എന്നെ തന്നെ ഒന്ന് മോഡുലേറ്റ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. നമ്മൾ മെയ് 5-ന് വേണ്ടി റെഡി ആവുകയാണ്. ആ കോൺഫിഡൻസോടുകൂടി വേണം തലേ ദിവസമേ ബെഡിലേക്ക് പോകാൻ. എണീറ്റ് വരുമ്പോഴും ആ കോൺഫിഡൻസോട് ഓരോ പ്രാവശ്യവും നിങ്ങളോട് പറഞ്ഞു വേണം പോകാൻ. ക്വസ്റ്റ്യൻ ഞാൻ നന്നായിട്ട് വായിക്കണം, എന്താണ് മനസ്സിലാക്കി വേണം ഞാൻ ആൻസർ ചെയ്യാൻ. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റും ഒരു പ്രോബ്ലം അല്ല, ശരിക്കും നമ്മൾ ആ ഒരു സീരിയസ്നെസ് എടുക്കുന്നത് കൊണ്ടുള്ള മാറ്റങ്ങളാണ്. അത് ഞാൻ കൃത്യമായിട്ട് തിരിച്ചറിയണം. അത് നിങ്ങളോട് തന്നെ പറഞ്ഞു കൊടുക്കണം. അത് എനിക്ക് തോന്നുന്നു ഇച്ചിരി പിടപ്പും അല്ലെങ്കിൽ ഇച്ചിരി ഒരു ആങ്സൈറ്റി കൂടിയ ആൾക്കാർ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു ഇൻപുട്ട് നിങ്ങളോട് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കണം. പരീക്ഷാ ഹാളിലേക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന സമയത്തും ബസ്സിലിരിക്കുമ്പോഴും ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് വേണം ഞാൻ പരീക്ഷയെ അപ്രോച്ച് ചെയ്യാൻ. ചിലപ്പോൾ ആദ്യം കാണുന്നത് ഡിഫിക്കൽറ്റി ലെവൽ ഉള്ളതാണെങ്കിൽ അത് ഓക്കെ ആണെന്ന് മനസ്സിലാക്കി ചെയ്യണം. ഏറ്റവും സിമ്പിൾ ആണെങ്കിൽ പെടയ്ക്കാതെ ക്വസ്റ്റ്യൻ ഞാൻ കൃത്യമായിട്ട് വായിച്ചു നോക്കണം എന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് പറഞ്ഞു വേണം എക്സാം ഹാളിലും കയറാൻ. കൂൾ ഓഫ് ടൈമിലും ഇത് തന്നെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. കാരണം ഞാനിപ്പോൾ ഈ ഒരു 2 ആഴ്ചയായിട്ട് സാർ അവിടെ വരുന്ന ഒരു 90% കുട്ടികളും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞു, അവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ അവർക്കറിയാം. ഈ ഒരു ഇത് എല്ലാവരും പറയുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. കാരണം എല്ലാവരുടെയും ഒരു ചോദ്യം തന്നെയാണിത്. ഈ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങളിൽ അശ്രദ്ധ കൊണ്ട് വരുന്ന 1-2 തെറ്റുകൾ, ആ തെറ്റുകളെയും കൂടെ നമുക്കൊന്ന് ഒഴിവാക്കുകയായിരുന്നെങ്കിൽ ഏറ്റവും നല്ലൊരു റിസൾട്ടിലോട്ട് നമുക്ക് എത്താമായിരുന്നുള്ളൂ. അത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് ആദ്യം നമ്മൾ പറഞ്ഞു. ടീച്ചർ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് നമുക്ക് ഏതാണ്ട് 22,000-ഓളം ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് പരീക്ഷ മോഡൽ എക്സാമിൻ്റെ അതേ അറ്റ്മോസ്ഫിയർ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രിപ്പറേറ്ററി ആയിട്ട് അതിനേക്കാളും ചോദ്യങ്ങൾ മോഡലുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പം ആ പ്രിപ്പറേറ്ററി മോഡലുകളിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമ്മളൊരു ചോദ്യം വായിക്കുമ്പോൾ ചോയ്സ് നോക്കുന്നതിന് മുമ്പ് തന്നെ നാം ആൻസർ കണ്ടുപിടിച്ചിട്ട് ചോയ്സിലോട്ട് പോവുക. ഈ രീതിയിലേക്ക് നമുക്ക് ബാക്കിയുള്ള മോഡലുകൾ, കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ മോഡലുകളിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോയ സമയം കൂടുതലെടുക്കും. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഡേറ്റ നോക്കുന്നു, വീണ്ടും ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നമ്മൾ മൊത്തം വേർഡുകളിലൂടെ നമ്മുടെ കണ്ണുകൾ പോകുന്നു, ആൻസർ കണ്ടുപിടിച്ചിട്ട് ചോയ്സിലോട്ട് നോക്കുമ്പോൾ നമുക്ക് റിയൽ എക്സാമിന് നമുക്ക് സമയം കൂടുതലെടുക്കും. പക്ഷേ
ഇത് നമ്മൾ പ്രിപ്പറേറ്ററി ചെയ്യുന്നത് എങ്ങനെയാണ് ഈ മോഡലുകൾക്ക്, ഈ പരീക്ഷകൾക്ക് തയ്യാറെടുക്കേണ്ടതെന്ന് പറയാനായിട്ട് അത്രയും മാത്രം പ്രിപ്പറേറ്ററി മോഡലുകളും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഏതാണ്ട് 10ഓളം 15ഓളം സെറ്റ് പ്രിന്റ് നിങ്ങൾക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് മോഡലുകൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അതിലൂടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഈ സിമ്പിൾ ആയിട്ടുള്ളത് ആ തെറ്റിക്കുന്നത് ഒഴിവാക്കാൻ നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് എല്ലാ വേർഡുകളിലൂടെയും പോയി നമ്മൾ ആൻസറിലെത്തി ആ ആൻസർ നമുക്ക് തന്നിരിക്കുന്ന ചോയ്സിലുണ്ടോ എന്ന് നോക്കി തന്നെ നമ്മൾ തയ്യാറാകണം. അതിനാണ് പ്രിപ്പറേറ്ററി നമുക്ക് തരുന്നത്. പ്രിപ്പറേറ്ററി അതിനല്ലേ കൂടുതലായിട്ട് ഡെഫിനറ്റായിട്ടും സർ പ്രിപ്പറേറ്ററി ഇപ്പോൾ അത് സാർ പറഞ്ഞപ്പോഴാണ് പലരും വന്ന് ചോദിക്കുന്നുണ്ട് പ്രിപ്പറേറ്ററി എഴുതേണ്ട ആവശ്യമുണ്ടോ. കാരണം അവർ വിചാരിക്കുന്നത് ഇപ്പോൾ ഒരു ചാപ്റ്റർ ഒക്കെ ബാക്ക്ലോഗ് ഉണ്ടെങ്കിൽ ആ ഒരു ദിവസം ഇരുന്ന് അവർക്കത് തീരും. അങ്ങനെയാണെങ്കിൽ പ്രിപ്പറേറ്ററി എഴുതണം. അപ്പോൾ ഇന്ന് രാവിലെയും ഞാൻ ഈ വരുന്ന വഴിക്ക് ഒരു കുട്ടി വന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കമ്പൽസറി ആയിട്ട് എഴുതണം. കാരണം ഒരു എക്സാമും നിങ്ങൾ പഠിച്ചില്ലെന്നോ അല്ലെങ്കിൽ ആ ദിവസം ബാക്ക്ലോഗ് പഠിക്കാമെന്നോ അങ്ങനെ ഒന്നും, എന്തോ ബാക്ക്ലോഗ് പഠിച്ചോളൂ, പക്ഷെ ആ ഒരു സമയം നിങ്ങൾ കൃത്യമായിട്ട് വന്നിരുന്ന് പരീക്ഷ എഴുതിക്കോളൂ. ചിലപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ ഏറ്റവും കോൺഫിഡൻസ് കുറഞ്ഞൊരു ചാപ്റ്റർ ആയിരിക്കാം പ്രിപ്പറേറ്ററിക്ക് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ലോഗ് കൊണ്ട് മാറ്റി വെച്ചിരിക്കുന്ന ചാപ്റ്റർ ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. തൽക്കാലം അതിനെക്കുറിച്ചൊന്നും വറി ചെയ്യണ്ട. നിങ്ങൾ ആസ് മച്ച് ആസ് പോസിബിൾ നമ്മൾ എത്രത്തോളം എക്സാമുകൾ തരുന്നോ, അത് പ്രിപ്പറേറ്ററി ആയാലും ഇ ലേണിംഗ് ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനുകളായാലും നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന പേപ്പറുകളായാലും നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. അതിന് ഒരു സംശയമില്ല. അപ്പോൾ എനിക്ക് ബാക്ക്ലോഗ് ഉള്ള ചാപ്റ്ററിൻ്റെ ആണ് പ്രിപ്പറേറ്ററി, അപ്പോൾ ഞാൻ അവിടെ വന്ന് എഴുതുന്നതിന് പകരം വീട്ടിലിരുന്ന് അത് പഠിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നവർക്ക് ഒരിക്കലും അല്ല. മാർക്ക് കുറഞ്ഞോട്ടെ, കാര്യമാക്കണ്ട. പക്ഷെ നിങ്ങൾ അവിടെ വന്ന് അത് എഴുതി അതിനുള്ള കുറവുകൾ മാറ്റി അറിഞ്ഞ്, അപ്പോൾ ഒട്ടും അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ നല്ല ബാക്ക്ലോഗുള്ള ചാപ്റ്റർ ആണെങ്കിൽ പോലും നിങ്ങളത് എഴുതിയതിന് ശേഷം മാത്രം പഠിച്ചാൽ മതി. നമുക്ക് രക്ഷിതാക്കളെ സംബന്ധിച്ചോളം ഈ മോഡലിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. നമ്മൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിരിക്കുന്ന മോഡൽ എക്സാമുകളുടെ തലേ ദിവസം ഇവർക്ക് ആ ചാപ്റ്ററുകളെ ഒന്ന് മനസ്സിലാക്കാനും എങ്ങനെയാണ് ആ മോഡലുകൾ വരുന്നത്, എന്താണ് രീതി എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇ ലേണിംഗ് ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് പ്രിപ്പറേറ്ററി മോഡലുകൾ. അത് ആ എക്സാമിൻ്റെ അതേ സീരീസോടുകൂടി തന്നെ എല്ലാ കുട്ടികളും എഴുതേണ്ടതാണ്. അത് പേരൻസും ശ്രദ്ധിക്കണം. അത് ഒഴിവാക്കിയല്ല ആ സമയം കൂടെ ബാക്കിയൊന്ന് ചാപ്റ്ററുകൾ നോക്കാം എന്ന് വിചാരിക്കുകയല്ല, നിർബന്ധമായും പ്രിപ്പറേറ്ററി ചെയ്യണം. അതോടൊപ്പം തന്നെ ഇ ലേണിംഗ് ആപ്പിൽ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ധാരാളം മോഡലുകൾ, ഓരോ ചാപ്റ്ററിൻ്റെ മോഡലുകൾ ഇതെല്ലാം അപ്ലോഡ് ചെയ്യും. ഇതുകൂടാതെ ഓഫ്ലൈനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പ്രിൻ്റ് ഔട്ടായിട്ട് പല മോഡലുകളും കൊടുക്കും. അതും പോരാഞ്ഞിട്ട് അതർ ഗ്രൂപ്പിൻ്റെ, അതായത് ഓഡ് ഈവൻ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നതിൽ ഇവരുടെ അതർ ഗ്രൂപ്പിൻ്റെ മോഡൽ എക്സാമുകളും ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കൊടുക്കും. ഈ എക്സാമുകളിലൂടെ തന്നെയാണ് നമ്മൾ മെയ് 5 എത്തുന്നത്. അപ്പം ഈ രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറുന്നുണ്ടോ എന്നുള്ളതും, ഇങ്ങനെയാണ് ബ്രില്യൻ്റ് സിസ്റ്റം ഇത്രയും നാൾ വിജയിച്ച ഈ 40 വർഷക്കാലം എത്രത്തോളവും നമുക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മളുടെ ചരിത്രത്തിൽ 1 ലക്ഷത്തിലടുത്തോട്ട് എത്തുകയാണ് MBBS ബ്രില്യൻ്റ് വഴി പാസ്സായ കുട്ടികൾ. അപ്പം ആ ഒരു ചരിത്ര നേട്ടത്തിൽ എല്ലാവർക്കും തുണയായത് ഈ ഒരു എക്സാമിൻ്റെ പാറ്റേണിൽ കൂടെ തന്നെ അവർ പോയതും കൂടെയാണ്. അപ്പം അതിനും പ്രിപ്പറേറ്ററി മോഡൽ എക്സാം, പ്രാക്ടീസ് സെഷനുകൾ, നമ്മൾ അതല്ലാതെ കൊടുക്കുന്ന പരീക്ഷകളിലെല്ലാം ഇവർ ഈ സമയങ്ങളിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യാൻ നമ്മളും അവരെ സഹായിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ യൂണിറ്റ് എക്സാമുകൾ വരുമ്പോൾ ഒരു കുട്ടിക്ക് സംശയമാണ്, ഞാൻ ഫുൾ മോഡലുകൾ ബാക്കിയുള്ള ചാപ്റ്ററുകൾ മറന്നു പോകുമോ? കാരണം നമുക്ക് യൂണിറ്റിന് നമുക്കറിയാം, ഫിസിക്സിന് 2, കെമിസ്ട്രിക്ക് 2, ബോട്ടണി സുവോളജി ഓരോ ചാപ്റ്റർ വെച്ചായിരിക്കും നമുക്ക് ഓരോ യൂണിറ്റ് എക്സാമുകൾ. അപ്പം കുറച്ച് പേർക്കെങ്കിലും ഒരു ആദ്യമുണ്ട്, ബാക്കിയുള്ള കുറെ ചാപ്റ്ററുകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യില്ല. നിങ്ങളത് ഒന്നിനെ കുറിച്ചും വറി ചെയ്യണ്ട. കാരണം നമ്മൾ ആദ്യത്തെ 4 യൂണിറ്റുകളായിട്ടാണ് ഫസ്റ്റ് ഇയർ കൊടുക്കുന്നത്, അടുത്ത 4 യൂണിറ്റുകളായിട്ടാണ് സെക്കൻഡ് ഇയർ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓഡ് എഴുതുന്ന കുട്ടി 1 എഴുതുമ്പോൾ 1 യൂണിറ്റിലുള്ള ചാപ്റ്റേഴ്സ് നന്നായിട്ട് നോക്കി പഠിച്ച് എഴുതും. പിന്നെ 2, 3, 4, 5, 6 അങ്ങനെ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു 2-3 ദിവസം ഗ്യാപ്പ് ഉണ്ട്. ഒരു എക്സാം കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത പരീക്ഷ വരുന്നത്. ഈ 3 ദിവസമാണ് നിങ്ങൾ ആ ഒരു യൂണിറ്റിൽ വരുന്നതിനെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാൻ എടുക്കേണ്ട സമയം. അത് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വറി ചെയ്യേണ്ട. അഥവാ എന്തെങ്കിലും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത് ഓർത്തെടുക്കാനുള്ള സമയം ധാരാളമുണ്ട്. കാരണം സിംഗിൾ യൂണിറ്റുകൾ വരുമ്പോൾ 1-2 ചാപ്റ്റേഴ്സേ ഉള്ളൂ ഓരോ യൂണിറ്റിലും വരുന്നത്. അത് ഇച്ചിരി വലിയ ചാപ്റ്റർ ആണെങ്കിൽ പോലും മറന്നു പോകുന്നു എന്ന് പറയുമ്പോൾ എൻ്റയർ ചാപ്റ്റർ ഒന്നും നിങ്ങൾ മറക്കാനേ പോകുന്നില്ല, അത് ഷുവറാണ്. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വിട്ടുപോവുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ പാരഗ്രാഫിൽ എന്നത് എവിടെ വരുന്നു എന്നൊരു സംശയം വരികയോ അല്ലെങ്കിൽ ഫിസിക്സിലെ ചെറിയൊരു ഫോമുല, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ ഉണ്ടാകുള്ളൂ, അത് ഉറപ്പാണ്. അങ്ങനെ വരുന്ന കാര്യങ്ങൾ ഈ 3 ദിവസം നിങ്ങൾക്ക് ധാരാളമാണ്. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഫെബ്രുവരി 4-ാം തീയതിയാണ് നമ്മുടെ ഫസ്റ്റ് എക്സാം തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സാം ഫെബ്രുവരി 4-ാം തീയതി എഴുതുന്നവർ ഈവൻ ബാച്ച് ആണെങ്കിൽ അവർ എഴുതാൻ പോകുന്ന 5ാമത്തെ യൂണിറ്റാണ് എഴുതാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഫെബ്രുവരി 1, ഫെബ്രുവരി 2,
ഫെബ്രുവരി 3. ഈ 3 ദിവസവും 5ാമത്തെ യൂണിറ്റുകളിൽ എന്തൊക്കെ ചാപ്റ്റേഴ്സ് ആണോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതാണ് പഠിക്കേണ്ടത്. ആ 5ാമത്തെ യൂണിറ്റിൽ അന്ന് നിങ്ങൾ 4-ാം തീയതി ഫെബ്രുവരി 4-ാം തീയതി പരീക്ഷ എഴുതുമ്പോൾ 5ാമത്തെ യൂണിറ്റിൽ എഴുതാൻ പോകുന്ന ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ നിങ്ങൾ ഈ ഫെബ്രുവരി 1, 2, 3 നോക്കണം, റിവൈസ് ചെയ്തിരിക്കണം. 5ാം തീയതി നിങ്ങൾ അത് എഴുതുന്നു. അടുത്ത ദിവസം പിന്നെ നിങ്ങൾക്ക് 6, 7 കഴിഞ്ഞ് 8ാം തീയതിയേ ഉള്ളൂ അടുത്ത പരീക്ഷ വരുന്നത്. 3-ാം ദിവസമേ ഉള്ളൂ. ഈ 2 ദിവസത്തെ ഗ്യാപ്പിൽ അടുത്ത യൂണിറ്റ് 6ാമത്തെ യൂണിറ്റ് ആണ് വരുന്നത്. അന്നുള്ള പാഠങ്ങൾ വേണം പഠിക്കാൻ. അങ്ങനെ നമ്മുടെ ടൈം ടേബിളിനനുസരിച്ച് നിങ്ങൾ പോയാൽ എല്ലാ യൂണിറ്റുകളും കവർ ചെയ്യപ്പെടും. അത് കഴിഞ്ഞ് കോമ്പിനേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഇത് 2ാമത്തെ റിവിഷൻ ആവും. കാരണം ഓൾറെഡി സിംഗിൾ യൂണിറ്റുകളിൽ റിവൈസ് ചെയ്ത് പോയ നിങ്ങൾക്ക് കോമ്പിനേഷൻ വരുമ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടും. ഇനി കോമ്പിനേഷനും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നീറ്റ് മോഡൽ എക്സാമുകൾ വരും. നീറ്റ് ഫുൾ യൂണിറ്റ് ആകുമ്പോൾ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. ആ സമയം ശരിക്കും പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ഷെഡ്യൂളിനനുസരിച്ച് പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ 3ാമത്തെ പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടുണ്ടാകും. കാരണം സിംഗിൾ യൂണിറ്റിന് എന്തായാലും ഒരു പ്രാവശ്യം റിവൈസ് ചെയ്തു, കോമ്പിനേഷനിലും ഒരു പ്രാവശ്യം റിവൈസ് ചെയ്തു. ഓൾ യൂണിറ്റ് ആകുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് സമയം കിട്ടും, വീണ്ടും നിങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യും. സോ ഒരു 3ാമത്തെ റിവിഷൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും. ഇനി റിഹേഴ്സൽ മോഡൽ ആകുമ്പോൾ 4ാമത്തെ റിവിഷനും ആകും. അത്രയും റിവിഷൻ നടന്നിട്ടും ഞാൻ മറന്നു പോകുന്നു എന്ന് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ അങ്ങനെ ഒന്നും മറക്കില്ല. കാരണം ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ സൊല്യൂഷൻസ്, പ്രിന്റ് ഔട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ഹിന്റ് ഉൾപ്പെടെയുള്ള നിങ്ങൾക്ക് എല്ലാ ഇവാലുവേഷൻസും നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ കൈകളിൽ കിട്ടും. ഈ മുഴുവൻ ചോദ്യങ്ങൾക്കും ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് ഏറ്റവും കൃത്യമായിട്ട് എങ്ങനെ ഉത്തരത്തിലോട്ട് ഏറ്റവും എളുപ്പം എത്താൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ആ യൂണിറ്റിന് വേണ്ടി പഠിക്കുന്നതോടൊപ്പം ആ പരീക്ഷ എഴുതുന്നതോടൊപ്പം വീണ്ടും നമ്മൾ ആ വീഡിയോ സൊല്യൂഷനും ആ ഡീറ്റെയിൽഡ് ഹിൻറ്റും നോക്കുമ്പോൾ തന്നെ വീണ്ടും നമുക്ക് ആ ചാപ്റ്റർ നമ്മൾ സാധാരണ നമ്മൾ ലെക്ചർ നോട്ട് എഴുതുമല്ലോ എന്ന് പറഞ്ഞ പോലെ ആ ഒരു എഫക്റ്റാണ് നമ്മുടെ ഉള്ളിൽ നമുക്കത് കിട്ടുന്നത്. അപ്പം ചാപ്റ്ററുകൾ നമുക്ക് ഇന്ന രീതിയിൽ തീർക്കണമോ അല്ലെങ്കിൽ ഞാൻ ബാക്കി പഠിക്കാത്ത ഏതെങ്കിലും പെട്ടെന്ന് മറന്നു പോകുമോ എന്നുള്ളൊരു ആദി വേണ്ട എന്നുള്ളത് തന്നെയാണ്. ഇനി ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല ഗ്രൂപ്പുകളിലും ചാപ്റ്റേഴ്സ് എല്ലാം തീർന്നു കഴിഞ്ഞു. അപ്പോൾ ഫെബ്രുവരി 4 വരെ സമയമുള്ളത് കൊണ്ട് ഇപ്പോൾ ഓൾ യൂണിറ്റുകൾ ചേർത്ത് ചുമ്മാ ഒരു മോഡൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പല കുട്ടിയും ഇന്നിപ്പോൾ രാവിലെ ഒരു കുട്ടി വന്ന് ചോദിച്ചു, മിസ്സേ അത് എല്ലാ യൂണിറ്റുകളും കൂടിയാണ്, ഞാൻ എല്ലാം കൂടെ റിഹേഴ്സലൊന്നും എടുത്ത് തീർന്നിട്ടില്ല, കാരണം യൂണിറ്റ് എക്സാം വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ പേടിയുണ്ട്. അപ്പം വീട്ടിൽ പറയുമ്പോഴും എന്താ നിനക്ക് ഇങ്ങനെ ഇതാണോ മാർക്ക് എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതിന് നിങ്ങൾ വറി ചെയ്യേ വേണ്ട, എഴുതണം, അവിടെയും എഴുതണം. അത് ഉറപ്പാണ്. അവിടെയും വന്ന് ചോദിക്കുന്ന എഴുതണമെന്നാണ്. സ്കിപ്പ് ചെയ്യരുത്. കാരണം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഓൾ യൂണിറ്റുകളാണ് വരുന്നത്. നിങ്ങൾ ഒട്ടും, കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ചുമ്മാ ഇടുന്നതാണ്. കാരണം നമ്മളിപ്പോൾ ഫെബ്രുവരി 4 തൊട്ട് യൂണിറ്റ് വൈസും കോമ്പിനേഷനും റിഹേഴ്സലും നീറ്റും എല്ലാം ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ ക്ലാസ്സുകൾ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾ മറക്കാതിരിക്കാൻ ഓൾ എല്ലാം കൂടെ ഒന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഓൾ യൂണിറ്റ് ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നത്. അപ്പം നിങ്ങൾ അത് ഞാൻ എല്ലാം പഠിച്ചു തീർന്നില്ല, ഞാൻ യൂണിറ്റ് തുടങ്ങുമ്പോഴേ റിഹേഴ്സൽ തുടങ്ങുള്ളൂ, റിവിഷൻ തുടങ്ങിയിട്ടില്ല, അപ്പൊ ഇതിന് മാർക്ക് കുറയോ, ഞാൻ എഴുതണോ, അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷനും വേണ്ട. എഴുതണം. എല്ലാ യൂണിറ്റുകളും ഒന്ന് എഴുതി നോക്കുക. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എവിടെയാണ് ഞാൻ മറന്നു പോയിരിക്കുന്നത്. ഓൾ യൂണിറ്റുകൾ മൊത്തം വരുമ്പോൾ എന്താണ് എൻ്റെ കുറവെന്ന് കുറച്ചുകൂടെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിംഗിൾ യൂണിറ്റുകൾ എത്തുമ്പോൾ ഈ യൂണിറ്റിൽ ഇന്ന പാർട്ടായിരുന്നു എനിക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഞാൻ മറന്നുപോയ ഏരിയ എന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്യാനും അത് ഏറ്റവും വേഗം പഠിക്കാനും പറ്റും. അപ്പം നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ കുറവ് സിംഗിൾ യൂണിറ്റിന് മുൻപ് തന്നെ അറിയാനായിട്ട് നിങ്ങൾക്ക് നമുക്ക് ഇപ്പൊ ഈ ഒരു സമയം ഫെബ്രുവരി 4 വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ നമുക്ക് തീരാത്ത ടോപ്പിക്കുകളും അല്ലെങ്കിൽ ഏറ്റവും ടഫായിട്ട് വരുന്നതും അതൊക്കെ ഏറ്റവും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഏതൊക്കെ രീതിയിലാണ് പരീക്ഷകൾ നടന്നതെന്നൊക്കെ അറിയാനായിട്ട് ഫെമിലിയർ ആകാനായിട്ട് ഏറ്റവും നല്ലതാണ്. പിന്നെ ഒരു പേരന്റ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാറേ നീറ്റ് എക്സാം സിമ്പിൾ ആണെന്ന് എപ്പോഴും നിങ്ങൾ പറയുന്നു, കഴിഞ്ഞ 10 വർഷവും പറയുന്നു നീറ്റ് എക്സാം ഏറ്റവും സിമ്പിളായിട്ട് നടക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ ബ്രില്യൻ്റ് നടത്തുന്ന എക്സാമുകൾ നോക്കുമ്പോൾ അല്പം ടഫായിട്ടാണ് നടത്തുന്നത്. കാരണം മോഡൽ എക്സാമുകളിൽ പല രീതികളാണ് നമ്മൾ പരീക്ഷിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം നമ്മൾ ഒരല്പം ഡിഫിക്കൽട്ടി ലെവലിലോട്ട് അല്ലെങ്കിൽ ഈ വരുന്ന ചോദ്യങ്ങളെക്കാളും തൊട്ടടുത്ത ലെവലിലായിരിക്കും നമ്മൾ കൂടുതലും പരീക്ഷകൾ നടത്തുന്നത്? എന്തായിരിക്കാം ആ ഒരു ചോദ്യം തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്നത്? അതിന് കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്, ഞങ്ങളുടെ മനസ്സിൽ MBBS അഡ്മിഷൻ അല്ല 720-720 ആണ്.
അവിടെ ഒരു ലൂപ്പ് ഹോളും ഉണ്ടാകാൻ പാടില്ല. ഒരു കാരണവശാലും ഞങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കിട്ടിയില്ല എന്ന് ഒരു കുട്ടിക്കും തോന്നാൻ പാടില്ല. നമ്മൾ ഇപ്പോൾ A4 അലിഗേറ്റർ എന്ന് പഠിക്കുന്ന കുട്ടിക്ക് A4 ആൻഡ് കണ്ടാൽ പെട്ടെന്ന് എഴുതാൻ പറ്റും. അപ്പം നമ്മൾ ഒരിക്കലും A4 ആൻഡിൽ പഠിപ്പിച്ചല്ല കുഞ്ഞിനെ എടുക്കുന്നത്. A4 അലിഗേറ്റർ പഠിപ്പിച്ച A4 ആൻഡ് എന്ന് വായിക്കണം അവൻ. അതുകൊണ്ട് തന്നെയാണ് ക്വസ്റ്റ്യനിൽ ഇച്ചിരി ഒരു ഡിഫിക്കൽട്ടി ലെവൽ പോകുന്നതും. അത് നിങ്ങളും ഈ ഒരു ലെവലിലെ ക്വസ്റ്റ്യൻ കണ്ടുവന്ന ഒരു കുഞ്ഞിന് ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് വരുമ്പോൾ ഒരു പ്രയാസവും ഇല്ലാതെ എഴുതാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അത് ശരിക്കും നിങ്ങളെ മിസ്ലീഡ് ചെയ്യാനോ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ കോൺസെപ്റ്റ് ഞാൻ പഠിച്ചിട്ടില്ല എന്നൊന്നും തോന്നാനോ ഒന്നുമല്ല, മറിച്ച് നിങ്ങളെ കുറച്ചുകൂടെ ഒന്ന് കോൺഫിഡൻ്റ് ആക്കുകയാണ്. നിങ്ങൾ ആ ഒരു ലെവലിൽ ചെയ്തു വന്ന ഒരു കുട്ടിക്ക് ഡെഫിനറ്റ് ആയിട്ടും ഒരു ഒറിജിനൽ നീറ്റ് എക്സാം കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു അപകടമുണ്ട്. കാരണം അത്രയും ലെവലിൽ പഠിച്ചു വന്ന് നിങ്ങൾ ഏറ്റവും ഈസിയസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴും വെപ്രാളം, പെടപ്പ് കാണിച്ച സമയം അത് വളരെ ശ്രദ്ധിക്കണം. നീറ്റ് ഏറ്റവും എളുപ്പമാകുമ്പോഴും എനിക്ക് തോന്നുന്നു ഈ ഒരു ഭയങ്കര പ്രശ്നം വരാം. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവലിന് താഴെ വരുമ്പോൾ അയ്യോ ഇതെനിക്കെല്ലാം അറിയാമല്ലോ എന്നൊരു എക്സൈറ്റ്മെൻറ്റും നമ്മളെ അശ്രദ്ധമായിട്ട് ക്വസ്റ്റ്യനുകളിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ എവിടെയും നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആയാലും ക്വസ്റ്റ്യൻ ഈസി ആയാലും ഓരോ ക്വസ്റ്റ്യനെയും കൃത്യമായിട്ട് ഞാൻ വായിച്ചിരിക്കും, ഞാനത് മനസ്സിലാക്കിയിട്ടേ എഴുതൂ എന്നുള്ള ഒരു ഇൻപുട്ട് അത് നിങ്ങളിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. രണ്ട് കണ്ടീഷനും, ഈസി ആയാലും നമുക്ക് പ്രശ്നമാണ്, ഡിഫിക്കൽട്ട് ആയാലും നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ ആ രണ്ട് പ്രശ്നങ്ങൾ ഇപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ഉറപ്പിക്കൂ. ഇത് ഇത്രയും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമാണ്. അപ്പോൾ ഒരു ലെവലിനപ്പുറം ഒരിക്കലും അത് ഡിഫിക്കൽട്ടി ലെവൽ ക്രോസ് ചെയ്യില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഏറ്റവും താഴെ ബേസ് ലെവലിലേക്കും അത് പോകില്ല. അപ്പോൾ മോഡറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എക്സാം ആയതുകൊണ്ട് ഫിസിക്സിൽ ഇച്ചിരി ഒന്ന് അവർ പിടിച്ചാൽ കെമിസ്ട്രിയോ ബയോളജിയോ നിങ്ങൾക്കത് ഡെഫിനറ്റ് ആയിട്ടും എഴുതാൻ പറ്റും. ഇനി കെമിസ്ട്രിയിലാണ് പിടിക്കുന്നതെങ്കിൽ ഫിസിക്സും ബയോളജിയും ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളെ കൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിനും ഭയങ്കര ഡിഫിക്കൽട്ടി ലെവലിലേക്ക് ക്വസ്റ്റ്യൻ പോകില്ല. പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരിക്കലും അഡ്മിഷൻ അല്ല 720 720 അവിടെ ഒരു ലൂപ്പ് ഹോളും വരാതിരിക്കാൻ, ഒരു തരത്തിലും ഒരു പ്രശ്നവും ഒരു ചാപ്റ്ററിലും ഒരു സബ്ജക്റ്റിലും വരരുത് എന്ന 100% ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇച്ചിരിയെങ്കിലും ക്വസ്റ്റ്യൻസ് ആ ഒരു ലെവലിനപ്പുറം പോകുന്നതും നിങ്ങൾക്ക് അയ്യോ ബ്രില്യൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഇച്ചിരി ടഫ് ആകുന്നല്ലോ എന്ന് തോന്നുന്നതും. ഒരുപക്ഷെ ഇങ്ങനെ തോന്നിയ പലർക്കും എക്സാമിന് അയ്യോ മിസ്സേ ഭയങ്കര എളുപ്പമായിരുന്നു, ഞാൻ എന്നോട് കഴിഞ്ഞ ഈ അടുത്ത ദിവസം തന്നെ റാങ്ക് കിട്ടി ഞാൻ ഒരു കുട്ടിയെ കണ്ടപ്പോൾ അവൻ പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും പേടി ഇത്രയും സിമ്പിളായി പോയതുകൊണ്ട് ഞാൻ തെറ്റിക്കൂ എന്നുള്ളതായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അല്ലാതെ നമുക്ക് കഴിഞ്ഞ തവണയൊക്കെ എല്ലാ വർഷങ്ങളിലും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തലേ ദിവസം വരെ എഴുതുന്ന മോഡലുകളുടെ തൊട്ടടുത്ത തനിയാവർത്തനം തന്നെയാണ് നമുക്ക് നീറ്റ് എക്സാമിൻ്റെ അന്നും ഉണ്ടാകുന്നത്. അതായത് ഈ മോഡലിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് ആദ്യം നിങ്ങൾക്ക് ആ ലെവൽ ഈ പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻ ഇടുന്നത്. ഓൾ യൂണിറ്റ് എത്തുമ്പോഴേക്കും അതിനകത്ത് നമ്മൾ നീറ്റിൻ്റെ പാറ്റേണിലോട്ട് വരുന്നു. ഏപ്രിൽ മാസം അവസാനമാകുമ്പോഴത്തേക്കും എക്സാക്ട്ലി നീറ്റ് എക്സാമിൻ്റെ അതേ സ്ട്രീമിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം നിങ്ങൾ അറിയാതെ തന്നെ നീറ്റ് എക്സാം എങ്ങനെയാണോ വരുന്നത് ആ ഒരു പാറ്റേണിലോട്ട് എത്തിക്കാനാണ് ആദ്യം മുതൽ പല ലെവലിൽ പല ഗ്രേഡിൽ പല രീതിയിൽ ടഫ് ഉള്ളതും മീഡിയം ഉള്ളതും ഈസി ഉള്ളതും ഒക്കെയുള്ള ക്വസ്റ്റ്യനുകളിലൂടെ നിങ്ങൾ യഥാർത്ഥ എക്സാം പാറ്റേണിലോട്ട് എത്തുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഫുൾ യൂണിറ്റുകൾ റിഹേഴ്സൽ മോഡലുകൾ നടക്കുമ്പോഴേക്കും നിങ്ങൾ ആ നീറ്റിൻ്റെ പാറ്റേണിൽ തന്നെ നിങ്ങൾ എത്തുകയും ചെയ്യും. അപ്പം ഒരു സെൽഫ് ഇവാലുവേഷൻ്റെ സമയമല്ല, മാർക്കിൽ ഒരു സെൽഫ് ഇവാലുവേഷൻ്റെ സമയമല്ല ആദ്യം എന്നുള്ളതും ആദ്യം ചാപ്റ്ററുകൾ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് മോഡൽ എക്സാമിന്റെ ആദ്യത്തെ യൂണിറ്റ് എക്സാമുകളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ 5ാമത്തെ യൂണിറ്റ് ആദ്യം എഴുതുന്ന ആളും 1ാമത്തെ യൂണിറ്റ് ആദ്യം എഴുതുന്ന ആളിലും ചിലപ്പോൾ ആ യൂണിറ്റുകളിൽ നിങ്ങൾക്ക് ഇച്ചിരി ഡിഫിക്കൽറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യോ എന്ത് പറ്റി ഞാൻ മറന്നുപോയോ എന്ന് തോന്നുന്ന രീതിയിൽ കണ്ടാൽ പോലും നിങ്ങൾ അതിനെ പേടിക്കേണ്ട കാര്യമേ ഇല്ല. എനിക്ക് അത് കറക്റ്റ് ചെയ്യാനൊരു അവസരമാണ് ഇതെന്ന് വേണം തിരിച്ചറിയാൻ. അല്ലാതെ അയ്യോ എല്ലാം പോയി എന്ന് നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. ഒന്നും പോകത്തില്ല. എനിക്ക് എന്നെ കറക്റ്റ് ചെയ്യാൻ ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിൽ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും എഴുതിയപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു മിസ്റ്റേക്ക് എനിക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇത് എന്ന് കരുതി അതിനെ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എടുത്ത് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ നമുക്ക് അറിയാം ഇപ്പോൾ 720 നമ്മൾ എത്തുമ്പോഴേക്കും ചില കുട്ടികൾക്കെങ്കിലും ഉണ്ട് ഞാൻ ഒരു ദിവസം ഒരു ഫുൾ മോഡൽ എഴുതും എന്നുള്ളൊരു ചെറിയ കൺസെപ്റ്റ്. അതായത് ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ തന്നെ ഡെയിലി നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ജനുവരിയിലോട്ട് വരുമ്പോഴത്തേക്കും എക്സാമുകളിലോട്ട് കടന്നതേ ഉള്ളൂ. ഫെബ്രുവരി എത്തുമ്പോൾ നമ്മൾ എക്സാമിൻ്റെ ഫുൾ എക്സാം സീരീസിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇനി യൂണിറ്റ് എക്സാം അല്ലാതെ ഒരു കുട്ടിക്ക് ഒരു ഫുൾ മോഡൽ എക്സാമുകളും കൂടെ പ്രാക്ടീസ് ചെയ്യുന്നത്
തീർച്ചയായിട്ടും നല്ലത് തന്നെ. തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല. അത് ഓരോ കുട്ടികളുടെയും കോൺഫിഡൻസ് ആണ്. എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇതെല്ലാം പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ എനിക്ക് എല്ലാം കൂടെ വരുമ്പോൾ മറക്കൂല. ചിലരുടെ സംശയം അതാണ്. ഈ സിംഗിൾ യൂണിറ്റ് എഴുതുമ്പോഴും എല്ലാം കൂടെ വരുമ്പോൾ ഞാൻ മറക്കോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു സംശയവും ഇല്ല. നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കൊടുക്കുന്ന ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ പ്രിന്റ് ചെയ്ത് ലൈബ്രറിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം ഈ പറയുന്ന പോലെ യൂണിറ്റ് നോക്കുന്നതിന്റെ കൂടെ അല്ലെങ്കിൽ പ്രിപ്പറേറ്ററി എഴുതുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു എൻറ്റയർ ചാപ്റ്റർ വരുന്ന ഒരു ഫുൾ മോഡൽ എഴുതണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് ലൈബ്രറിയിൽ പോയി ആ ക്വസ്റ്റനുകൾ എടുത്ത് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ ഇ ലേണിംഗ് ആപ്പിൽ തന്നെ ക്വസ്റ്റനുകൾ കിടപ്പുണ്ട്. നിങ്ങൾക്ക് മോഡൽ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ പോയി ഒന്ന് എഴുതി നോക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഞാൻ യൂണിറ്റ് വൈസ് പഠിച്ചു വരുമ്പോൾ എല്ലാം കൂടെ മറക്കുമെന്നൊക്കെ ഉള്ളൊരു സംശയം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് കോൺഫിഡൻസേ തരുള്ളൂ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല എങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു ദിവസം ഒരു എക്സാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പോകാം. അതിനൊരു പ്രശ്നവുമില്ല. നിങ്ങളുടെ കംഫർട്ടാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതിപ്പോൾ ഇ ലേണിംഗ് ആപ്പിൽ നിന്നോ അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്നോ എവിടുന്ന് വേണമെങ്കിലും എടുക്കാം. ഇനി അതല്ല പുസ്തകങ്ങൾ എടുത്ത് ചെയ്യാനുള്ളവരാണെങ്കിൽ ഏത് പുസ്തകങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ ഏതെടുത്താലും ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ പഠിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ കാണാത്ത ഒരു കോൺസെപ്റ്റും അതിലുണ്ടാകില്ല. അതെടുത്ത് ചെയ്തു നോക്കി നിങ്ങൾക്ക് മെയ് 5 ഉറപ്പായിട്ടും എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ എക്സാമുകളിലൂടെ തന്നെയാണ് നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നത്. എക്സാമുകളിലൂടെ തന്നെയാണ് നമ്മൾ ഇനിയുള്ള റിഹേഴ്സൽ നടക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി എന്ന് പറയുന്നത് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് മോഡൽ എക്സാമുകൾ, എത്രത്തോളം പരീക്ഷകൾ, അതിൽ നിങ്ങളുടെ എണ്ണം. ചില കുട്ടികളാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ 200 ക്വസ്റ്റ്യനുകളായിരിക്കും ചെയ്യുന്നത്, ചിലർ 400 ക്വസ്റ്റ്യനുകളിലോട്ട് മാറ്റും. ഈ ഒരു രീതിയിൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആകുമ്പോഴേക്കും ഒരു ദിവസം നമ്മൾക്ക് തന്നിരിക്കുന്ന ഷെഡ്യൂൾ ഉള്ള മോഡലുകളുണ്ട്, പ്രിപ്പറേറ്ററി മോഡലുണ്ട്, അതുപോലെ തന്നെ അതർ ഗ്രൂപ്പുകളുടെയൊക്കെ മോഡലുകളുണ്ട്, റിഹേഴ്സൽ മോഡലുകൾ തരുന്നുണ്ട്. 500 ക്വസ്റ്റ്യനെങ്കിലും ഒരു ദിവസം ചെയ്യേണ്ട ഒരു ലെവലിലേക്കാണ് നമ്മൾ ഏപ്രിലിൽ എത്തുന്നത്. അപ്പം നമ്മളുടെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഓരോ ദിവസവും നമ്മൾ ആദ്യം 200, 300, 400 ക്രമത്തിൽ ഏപ്രിൽ മാസം എത്തുമ്പോഴേക്കും നമ്മൾ ചെയ്യുന്ന മോഡൽ ഉൾപ്പെടെ ഒരു ദിവസം തന്നെ നമ്മൾ 500 ചോദ്യങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത്. അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ മെയ് 5 നമ്മളുടേതാക്കി മാറ്റുന്നത്. അതെ, നിങ്ങൾ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് വരാൻ ഈ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡൂയിങ് അല്ലാതെ വേറെ ഒരു കാര്യവും. നമ്മൾ എത്ര കോൺസെപ്റ്റ് പഠിച്ചാലും അത് ഒരു വൺ വേർഡിലേക്ക് വരുമ്പോൾ അത് കൃത്യമായിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫോമുലേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ, ഈ ഒരു ആക്യുറേറ്റ് ആയിട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു പ്രാക്ടീസ് വളരെ അത്യാവശ്യം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആസ് മച്ച് ആസ് പോസിബിൾ നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ സിസ്റ്റം സ്ട്രെനുവസ് ആകാതെ ഫിസിക്കലായിട്ടോ മെൻ്റലായിട്ടോ നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്, അത് എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് എറർ ഫ്രീ ആവുക. ഇനി എറർ ഫ്രീ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ചെയ്യുന്ന ക്വസ്റ്റ്യനുകളിൽ എത്ര എണ്ണം ഞാൻ എറർ ഫ്രീ ആക്കി ചെയ്യുന്നു എന്ന്. 500 എണ്ണം ചെയ്യുമ്പോൾ 500 എണ്ണവും എറർ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. 200-ൽ നിന്ന് നമ്മൾ 300-ലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പറിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് 200 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമുക്ക് 5 എറർ ഉണ്ടായിരുന്നു എങ്കിൽ 300 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് 2 കുറയണം. 400 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അത് 1 വേണം കുറയാൻ. 500 ക്വസ്റ്റ്യനിലേക്ക് എത്തുമ്പോൾ എനിക്ക് ഒരു എററും ഇല്ലാതെ തന്നെ അത് ചെയ്യാൻ പറ്റണം. തെറ്റിപ്പോകരുത്. നല്ല ടീച്ചർ പറഞ്ഞു. അവിടെ നിങ്ങൾ നോക്കുക, 500 ഞാൻ 500 ശരിയാക്കുക എന്നല്ല പറഞ്ഞത്. അറിയാൻ മേലാത്തതോ അല്ലെ തെറ്റിപ്പൊക്കോട്ടെ, അത് നമുക്ക് പഠിച്ചെടുക്കാം. അറിയാവുന്നത് തെറ്റിക്കരുതെന്നാണുള്ള അതെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നെഗറ്റീവ് മാർക്കുകൾ ഞാൻ വായിച്ചതിൽ വന്ന തെറ്റുകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല, എനിക്ക് അറിയാമായിരുന്നു, അങ്ങനെയുള്ളത് എറർ ഫ്രീ ആക്കണം. ഇനി അവിടെ അല്ലാതെ ഇപ്പൊ നമുക്ക് കോൺസെപ്റ്റ് മറന്നുപോയിട്ട് തെറ്റിയതാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട. അത് പഠിക്കാൻ നിങ്ങൾ എപ്പോഴും വിചാരിക്കണം, ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തിട്ടും കണ്ടുപിടിക്കാൻ പറ്റാത്ത എൻ്റെ ഒരു പ്രശ്നം, അത് കണ്ടുപിടിക്കാനുള്ള ഒരു കറക്ഷൻ, ആ ഒരു കറക്ഷന് കിട്ടിയ സമയമാണിത്. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ വന്നതുകൊണ്ടാണല്ലോ എനിക്ക് ആ കറക്ഷൻ നടത്താൻ പറ്റിയത് എന്ന് വേണം നിങ്ങൾ ഓരോ തെറ്റിനെയും അനലൈസ് ചെയ്യാൻ. ഓരോ പ്രാവശ്യം തെറ്റുമ്പോഴും ഇത് എനിക്ക് ഇപ്പോഴാണല്ലോ എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, അത് നിങ്ങളെ കറക്റ്റ് ചെയ്യാനുള്ള അവസരങ്ങളാണ് ഓരോ പരീക്ഷയും. അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരു സംശയമില്ല, മെയ് 5 നിങ്ങളുടെ ദിവസമായിരിക്കും. അപ്പോൾ നമുക്ക് 720-ലേക്ക് എത്തേണ്ട രീതികൾ പല രീതിയിൽ പറഞ്ഞു. കാരണം നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു ഓഫ്ലൈൻ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമ്മൾ ഈ പരീക്ഷകളിലൂടെ എല്ലാം നിങ്ങൾ കടന്നു പോകുമ്പോൾ അങ്ങനെയുള്ള എററുകൾ, ഓഫ്ലൈൻ എക്സാം എഴുതുമ്പോൾ സംഭവിക്കുന്ന തെറ്റുകൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. ടൈം മാനേജ്മെന്റ്, ഒരു ക്വസ്റ്റ്യന് കൊടുക്കേണ്ട സമയം
അതിന് കൃത്യമായിട്ട് കൊടുക്കണം. അത് എളുപ്പമായിരിക്കാം, ചിലപ്പോൾ പാടായിരിക്കാം, എന്തുമാവട്ടെ അതിന് കൊടുക്കേണ്ട ആ ഒരു ക്വസ്റ്റ്യൻ അല്ല ഒരു സബ്ജക്റ്റിന് കൊടുക്കേണ്ട ടൈം മാനേജ്മെൻറ്റ്. ആ എക്സാം ഹാളിൽ നമ്മൾ നേരത്തെ ഇനി ഫെബ്രുവരി 4 തൊട്ട് തുടങ്ങുന്ന മോഡലിന് പോലും എക്സാമിനും അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഏറ്റവും ഫ്രീ ആയിട്ട് നമ്മളുടെ സീറ്റിൽ ഇരുന്ന് ആ പരീക്ഷ എഴുതാനുള്ള കൂൾ ഓഫ് ടൈം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ, എക്സാമിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് എങ്ങനെ ഏറ്റവും നമ്മുടെ രീതിയിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മളുടെ ഉച്ച കഴിഞ്ഞിട്ടുള്ളതാണെന്നെങ്കിൽ നമ്മുടെ ഉറക്കങ്ങളോ നമ്മളുടെ ആരോഗ്യകരമായ കാര്യങ്ങൾ, ആഹാര സാധനങ്ങൾ, ഓരോ കാര്യത്തിലും ഓരോ കണികയിലും മെയ് 5 നമുക്കിനി ആവർത്തിക്കപ്പെടുകയാണ്, ഫെബ്രുവരി 4 മുതൽ. ഇതിലൂടെ തന്നെയാണ് നാം നമ്മളുടെ ഡ്രീം സ്വന്തമാക്കുന്നതും. ഞങ്ങൾ അതുപോലെ പേരൻസ് എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വീണ്ടും കാണാം. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.